ദേശാഭിമാനി ലേഖകൻ ഗോപി കൂടി നമ്മോടൊപ്പം ചേരുന്നു. ഗോപി, ശരിയാണ്, കഴിഞ്ഞ 2 ആഴ്ചക്ക് മുമ്പാണ് ഡിവൈഎഫ്ഐയുടെ ഒരു മഹാറാലി നടന്നത്. പക്ഷെ അതൊന്നും സംഘടനാപരമായി ഒരുപക്ഷെ ആ നിലയിൽ ചിലപ്പോൾ ഡിവൈഎഫ്ഐക്ക് ഇപ്പോഴും കഴിവ് തെളിയിക്കാൻ കഴിയുന്നുണ്ട് എന്നതിനപ്പുറത്തേക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിലോ ലോക്സഭാ തെരഞ്ഞെടുപ്പിലോ ആ മുന്നേറ്റം നമ്മൾ കണ്ടിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ കോൺഗ്രസ് കൂടി ഇല്ലാത്തൊരവസ്ഥ വളരെ ദയനീയമായിരിക്കും. കോൺഗ്രസിനെ LF-ന്റെ കൂടെ, ലെഫ്റ്റ് ഫ്രണ്ടിന്റെ കൂടെ കിട്ടും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ ഗോപി? പറഞ്ഞത് ബംഗാളിന്റെ സ്ഥിതിയാണ്. കോൺഗ്രസിലേക്കും കൂടെ വരുമോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ കോൺഗ്രസിലെ ഒരു വിഭാഗം ലെഫ്റ്റ് കൂടെ തന്നെ ജോയിച്ചു പോകണമെന്നുള്ള ശക്തമായ അഭിപ്രായമുള്ളവരാണ്. അദിൽ ചൗധരി ഉൾപ്പെടെ, PCC പ്രസിഡന്റ് അദിൽ ചൗധരി ഉൾപ്പെടെ നല്ലൊരു വിഭാഗം, ബംഗാൾ കോൺഗ്രസിലെ നല്ലൊരു വിഭാഗവും ഇടതുമുന്നണിയായിട്ട് ചേർന്നിട്ട് പോകണമെന്നുള്ള അഭിപ്രായമുള്ളവർ. അതുകൊണ്ടാണ് അവർ മമതയായിട്ടുള്ള സഖ്യത്തിന് എതിരെ, മമതയെ ഒരുപക്ഷെ ഇപ്പോഴ് അദിൽ ചൗധരിയൊക്കെ ശക്തമായ വിരോധമാണ്, ഇപ്പൊ എതിർപ്പാണ് പ്രകടിപ്പിക്കുന്നത്. കാരണം മമതയുടെ രാഷ്ട്രീയത്തിൽ ഇപ്പോഴേ ബംഗാളിനെ സംബന്ധിച്ചിടത്തോളം കറപ്ഷൻ മറ്റൊരു കാലത്തും ഇല്ലാത്ത ഏറ്റവും വലിയ അഴിമതി നടപാടുകയാണ്. തൃണമൂലിന്റെ മിക്ക 3 മന്ത്രിമാർ തന്നെ ഇപ്പൊ ജയിലിലാണ്. അല്ലല്ല, BJPക്ക് എന്ന് പറയാം. BJPക്ക് തീർച്ചയായിട്ടും ഞാൻ ഉറപ്പ് പറയുന്നു, 2019 അവർ നേടിയ വിജയം ബംഗാളിൽ ആവർത്തിക്കില്ല, 100% ആവർത്തിക്കില്ല. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് BJPക്ക് അവിടെ പല മേഖലകളിലും ഘടകങ്ങൾ പോലും ഉണ്ടായിരുന്നില്ല, കമ്മിറ്റികൾ പോലും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ അങ്ങനെയല്ല, ഇപ്പൊ ഒരു സുശക്തമായ പാർട്ടിയായി അന്നത്തെ സംഭവം എന്ന് പറഞ്ഞാൽ അന്നൊരു വ്യക്തത തീരുമായിരുന്നു. ആ പ്രതീക്ഷ ഇന്ന് തീർന്നു. അന്ന് ഒരു രീതിയിൽ പറഞ്ഞാൽ അന്ന് മമതാ വിരുദ്ധ വോട്ടുകള് BJPയിലേക്ക് പോയിരുന്നു. അത് ഇൻക്ലൂഡിങ് ഇടതുപക്ഷത്തിന്റെ നല്ലൊരു ഭാഗത്തിന്റെ വോട്ട് BJPയിലേക്ക് പോകുന്നു എന്നൊരു വസ്തുതയായിരുന്നു. കാരണം മമതയ്ക്കെതിരായിട്ട് ശക്തമായ ഒരു പ്രതിപക്ഷം ഉണ്ടാവണം എന്നുള്ള അർത്ഥത്തിൽ. പക്ഷെ ഇന്നതല്ല സ്ഥിതി. അന്ന് പോയ നല്ലൊരു ഭാഗം ആളുകളും തിരിച്ചു ചിന്തിച്ചു തുടങ്ങി. ഇന്നിപ്പോ BJP അന്നത്തെക്കാട്ടി ദേശീയ തലത്തിൽ വലിയൊരു അപകടകരമായ നിലയിലേക്ക് പോകുന്നു എന്നുള്ള തിരിച്ചറിവ് ഇപ്പൊ ഇന്ന് നല്ലൊരു ഭാഗത്ത്. ഇപ്പൊ ഈ രാമമന്ദിരമൊക്കെ അവിടെ ഉണ്ടാക്കിയെങ്കിലും പൊതുജനങ്ങളിടയ്ക്ക് ഒന്ന് സംസാരിച്ചാൽ അതിനെതിരായിട്ട് ഈ അമ്പലത്തെ പറ്റിയൊക്കെ പറയുന്നെങ്കിലും അതുകൊണ്ട് എന്താ നേട്ടം എന്നുള്ളത് വലിയൊരു ചോദിക്കുന്നുണ്ട്. BJP അതൊരു രാഷ്ട്രീയ ഇഷ്യൂ ആയിട്ട് മാറ്റുന്നു എന്നുള്ളതൊക്കെ ഇവിടെ വളരെ വ്യക്തമാണ്. BJPക്ക് 2019 എന്തോ ഒരു ഉണ്ടായിരുന്ന ആ മുന്നേറ്റം എന്ന് പറഞ്ഞാൽ അതൊരു മമതാ വിരുദ്ധ വോട്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ദേവരാജൻ സൂചിപ്പിച്ച പോലെ ഇന്ന് ഇടതുപക്ഷം അതിൽ നിന്നൊക്കെ വളരെയധികം മുന്നോട്ട് പോയിരിക്കുന്നത് സംഘടനാപരമായിട്ട്. You are watching Reporter Evening Show.